എല്ലാവർക്കും നമസ്കാരം. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചയും നടത്തിവരുന്ന സ്നേഹസംഗമത്തിന്റെ 188ാമത് സ്നേഹസംഗമമാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഈ സ്നേഹസംഗമത്തിന്റെ നേതൃത്വം വഹിക്കുന്നത് ദർശന സർവീസ് സൊസൈറ്റിയാണ്. ഈ മീറ്റിംഗിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാ ഗാനത്തോടെ നമുക്ക് മീറ്റിംഗ് ആരംഭിക്കാം. പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിനായി കുമാരി റോസ്ലി MDയെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദി സ്ക്രീൻ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നേർഗളിക്കും പ്രകാശമേ, അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ, കേഴുമാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ, വീണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ, മന്ദമായി വന്നു വീശിയാനന്ദം തന്ന പൊന്നീളം തെന്നലേ, രക്തസാക്ഷികളാഞ്ഞു പുൽകിയ പുണ്യജീവിതപാദനി, പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. വളരെ മനോഹരമായിട്ട് റോസ്ലി പ്രാർത്ഥന ഗാനം പാടി. താങ്ക് യു റോസ്ലി. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നതിനായി കുമാരി ആനി തെക്കന്താണിശ്ശേരിയെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദി സ്ക്രീൻ. എല്ലാവർക്കും നമസ്കാരം. ഏറെ തിരക്കുകൾക്കിടയിൽ നിന്നും 188ാമത് സ്നേഹസംഗമത്തിലായിരിക്കുന്ന എല്ലാവർക്കും, എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും, പ്രിയം നിറഞ്ഞ കൂട്ടുകാർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കടമ. ആദ്യമായി അധ്യക്ഷപദം അലങ്കരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയം നിറഞ്ഞ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിലച്ചനെ ഏറ്റ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന റവറൻ സിസ്റ്റർ ലിസ മരിയ SA BS സിസ്റ്ററെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ MR ദിനേശൻ, അദ്ദേഹത്തെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ആശംസ പറയുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീമതി നൈനു റിച്ചു മേഡത്തെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി മനോഹരമായി പ്രാർത്ഥനാ ഗാനം ആലപിച്ച കുമാരി റോസ്ലി MD, എല്ലാവർക്കും നന്ദി പറയുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കുമാരി ലീന നാട്ടികയ്ക്കും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. അതിമനോഹരമായി അവതരണം നടത്തുന്ന കുമാരി ലിജി അങ്കമാലിക്കും അതീവ വ്യക്തതയോടെ ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുകയും മനോഹരമായി റിപ്പോർട്ട് വായിക്കുകയും ചെയ്യുന്ന ഈ കുടുംബത്തിന്റെ നാഥനായ ജോസേട്ടൻ കൊരട്ടിക്കും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി ഈ കുടുംബത്തിന്റെ നെടും തൂണായ PRO പിയൂസ് കോട്ടപ്പുറത്തിനും എല്ലാ കൺവീനർമാർക്കും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന പ്രിയം നിറഞ്ഞ കൂട്ടുകാർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.
വളരെ മനോഹരമായി വളരെ വ്യക്തമായിട്ട് അനുചേച്ചി എല്ലാവരെയും സ്വാഗതം ചെയ്തു. താങ്ക് യു അനുചേച്ചി. റിപ്പോർട്ട് വായിക്കുന്നതിനായി ശ്രീ ജോസ് കൊരട്ടി ചേട്ടനെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. കേൾക്കാലോ? കേൾക്കാം. ഇന്നത്തെ അറിയിപ്പ് എന്ന് പറയാനായിട്ട് മാർച്ചിൽ നടക്കുന്ന നമ്മുടെ വാർഷികത്തെ പറ്റിയാണ്. വാർഷികം മനോഹരമായി തീരാനായിട്ടും സ്ഥലം കിട്ടിയിട്ടില്ല എങ്കിലും സ്ഥലം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് മനോഹരമായി തീരാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലാതെ 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ചപരിമിതരുടെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ചപരിമിതരുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ചപരിമിതരുടെ 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ചപരിമിതരുടെ ശിങ്കാരിമഴൻ ടീം, ഓർക്കസ്ട്ര ടീം, അവരുടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ച പരിമിതർക്കും ചലന പരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലന പരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലന പരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയുടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണിത്. ദർശന ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികളുടെ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 439 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിൽ അവർ തയ്യാറാകുന്നു. ഏദൻ ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതികളുടെ കൂട്ടായ്മയാണ് ഏദൻ ഗ്രൂപ്പ്. പലതരത്തിലുള്ള വിഷമതകൾ മൂലം വേദനകൾ അനുഭവിക്കുകയും തിരസ്കരണം നേരിടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒത്തൊരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കുവാനും സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ കർമ്മനിരതരാകാനും ഈ ഗ്രൂപ്പിൽ അവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായ ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 9000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നു. കനവെന്ന പ്രോഗ്രാം, ആത്മീയമായ ഉന്നമനത്തിന് വേണ്ട ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു. വർഷത്തിലൊരിക്കൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അത്ലറ്റ് മീറ്റും വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയംതൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്ന സുമനസ്സുകളായ വ്യക്തികളെ DSS ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഒരു ഉപദേശ സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. ഗൂഗിൾ മീറ്റിലൂടെ നടത്തപ്പെടുന്ന ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്ന മത നേതാക്കന്മാരുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുൻനിരയുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. സ്നേഹമുള്ളവരെ, നവംബർ മാസത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന നമ്മുടെ മത്സരത്തില് ഓവറോളിംഗ് ചാമ്പ്യൻഷിപ്പ് കിട്ടിയത് തൃശ്ശൂർ ജില്ലയ്ക്കാണ്. അത് വാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ
മക്കള് ഇന്ന് പോയിട്ടുണ്ട് എറണാകുളത്തേക്ക്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ട്രോഫി മേടിച്ചുകൊണ്ട് തിരിച്ചു വരുന്നതായിരിക്കും. പ്രിയ സുഹൃത്തുക്കളെ, 11/1/2025 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMയുടെ അധ്യക്ഷതയിൽ ചേർന്ന 187ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഈ ആഴ്ച സ്നേഹസംഗമം നടത്തിയത് ദർശന ക്ലബ്ബാണ്. അവതരണം കുമാരി സിബി വർഗീസ്, പത്തനംതിട്ട. പ്രാർത്ഥന കുമാരി സക്കീന, കോഴിക്കോട്. സ്വാഗതം കുമാരി സിമിൽ സെബാസ്റ്റ്യൻ, കോട്ടയം. ഗ്രൂപ്പ് പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചത് ശ്രീ KJ ജോസ് കൊരട്ടി. റിപ്പോർട്ട് യോഗം പാസാക്കി. അധ്യക്ഷന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്തത് പാലക്കാട് പ്രൊവിൻസിലെ ബഹുമാനപ്പെട്ട ആരാധന സമൂഹത്തിലെ റവറൻ സിസ്റ്റർ റോസി SABS ആയിരുന്നു. ദർശന കുടുംബാംഗങ്ങളെ സ്നേഹം നിറഞ്ഞ സോളമനച്ച, മറ്റ് വിശിഷ്ടാതിഥികളെ, നിങ്ങൾ ചെയ്യുന്ന മഹനീയമായ പ്രവർത്തനങ്ങൾക്ക് ആദ്യമേ നന്ദി പറയട്ടെ. ഇനിയും ഇതുപോലെ പരിപാടികൾ നടത്താൻ ഇടവരട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. ജോസേട്ടൻ വഴിയാണ് ഈ ഗ്രൂപ്പിൽ എത്തിയത്. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. മുഖ്യാതിഥിയായി വന്നത് തൃശൂർ അമല മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം ഡോക്ടർ ദിവ്യ P. പ്രദീപ് മേഡമായിരുന്നു. വേനൽക്കാല രോഗങ്ങളും വെള്ളത്തിൽ കൂടെ പകരുന്ന രോഗങ്ങളും എന്നതിനെ പറ്റി വിശദമായി ക്ലാസ് എടുത്തു. കഫക്കെട്ട്, ചുമ, ആസ്മ, ഭക്ഷ്യവിഷബാധ, കോളറ തുടങ്ങി അന്തരീക്ഷ മലിനീകരണമാണെന്ന് പ്രധാന കാരണം. മാസ്ക് വയ്ക്കുക, 5-ാം പനി, ചെങ്കണ്ണ്, കണ്ണ് ചുമക്കുക, കണ്ണിൽ വീള കെട്ടുക, കണ്ണ് തിരുമാതിരിക്കുക, കണ്ണിൽ തൊടാതിരിക്കുക, കനത്ത ചൂടിൽ ധാരാളം വെള്ളം കുടിക്കുക, ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിക്കുക, കനത്ത ചൂടിൽ ഇറങ്ങാതിരിക്കുക, അഥവാ ഇറങ്ങണമെങ്കിൽ കുട ചൂടുക, തൊപ്പി വയ്ക്കുക. കൊതുക്, ഡെങ്കിപ്പനി, ടൈഫോയിഡ്, കോളറ പരത്തുന്നു. തിളപ്പച്ചാറിയ വെള്ളം കുടിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുക. ഭക്ഷണം അടച്ചു വയ്ക്കുക. തലവേദന, മൂത്രത്തിൽ പഴുപ്പ്, വെള്ളം ധാരാളമായി കുടിക്കുക. ജലാംശം കൂടിയ ഫ്രൂട്ട്സ് കഴിക്കുക. സംശയങ്ങൾ ചോദിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. ആശംസ പറഞ്ഞത് കോട്ടയം ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് മെമ്പർ ശ്രീ ചാക്കപ്പൻ വെളിയത്തവറുകളായിരുന്നു. ദർശന ക്ലബ്ബ് ഡയറക്ടർ സോളമനച്ച, ക്ലബ്ബ് മെമ്പർമാരെ, മറ്റംഗങ്ങളെ ജോസേട്ടൻ പറഞ്ഞിട്ടാണ് ക്ലബിനെ കുറിച്ച് അറിഞ്ഞതും വരാൻ സാധിച്ചതും. മുടങ്ങാതെ നടത്തുന്ന 187ാം സ്നേഹസംഗമത്തിന് ആദ്യമേ നന്ദി പറയുന്നു. ഭിന്നശേഷി മക്കളെ സമൂഹത്തിന് മുൻനിരയിലേക്ക് കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്ന സോളമനച്ചന് കോട്ടിമുത്തിയുടെ നാമത്തിൽ നന്ദിയും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. കുമാരി ബീന ചാക്ക് മനോഹരമായ ഗാനാലാപനം നടത്തി. യോഗത്തിന്റെ അവസാനം നന്ദി പറഞ്ഞത് കുമാരി സോഫി മുത്ത്, തിരുവല്ല. യോഗം അവസാനിച്ചു. ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി യോഗസമക്ഷം സമർപ്പിക്കുന്നു. ലീഡർ പാസ്സാക്കിയിരിക്കുന്നു. താങ്ക് യു ചാ. വളരെ വ്യക്തമായിട്ട് നമ്മുടെ ജോസേട്ടൻ റിപ്പോർട്ട് വായിച്ചു. താങ്ക് യു ജോസേട്ടാ. ഇന്നത്തെ സ്നേഹസംഗമത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കാനായി എത്തിയിരിക്കുന്ന ഭിന്നശേഷിക്കാരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നിരന്തരം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാമായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിശിഷ്ട വ്യക്തികളായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ഈ സ്നേഹസംഗമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ദർശനയുടെ ഭാഗത്തുനിന്ന് ഒരു നന്ദി ആദ്യമേ തന്നെ അർപ്പിക്കുകയാണ്. ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളെ ഉയരങ്ങളിലേക്ക് ഉയർത്തുവാനായിട്ട് വിശിഷ്ട വ്യക്തികളെ കാണിക്കുന്ന നല്ല മനസ്സിന് ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാ വ്യക്തികൾക്കും ഒരു ശുഭവാർത്ത അറിയിക്കുകയാണ്. ഇന്ന് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ തൃശ്ശൂരിലെ ആൾക്കാർ മാത്രമല്ല എന്നുള്ളത് അറിയാം. പക്ഷെ നമ്മൾ തൃശ്ശൂരിന്റെ പേരിലാണ് നമ്മൾ ദർശനയുടെ ബാനറിൽ ഒത്തിരിയേറെ വ്യക്തികള് 55ഓളം വ്യക്തികള് പങ്കെടുക്കേണ്ടായി അത്ലറ്റ് മീറ്റില്. അപ്പൊ അത് ഇന്ന് ഓവറോള് നേടുന്നതാണ്. ദർശനയ്ക്ക് അഭിമാനമാണ്. ദർശനയുടെ മക്കളാണ് അതിനെല്ലാം കാരണമായി തീർന്നത്. അവരുടെ അധ്വാനമാണ്. അവർക്ക് കിട്ടിയ സമ്മാനമാണ് തൃശ്ശൂരിൽ നിന്നുള്ള പേരും പറഞ്ഞ് നമ്മൾ ഓവറോള് നേടുന്നത്. അപ്പൊ നിങ്ങളുടെ ഓരോ കൊച്ചു സഹകരണവും പ്രാർത്ഥനയും പ്രോത്സാഹനവുമാണ് ഇതിനെല്ലാത്തിനും കാരണമായി തീർന്നത്. അപ്പോ ഓവറോൾ നേടാൻ പോകുന്ന അല്ലെങ്കിൽ മെഡൽസും സർട്ടിഫിക്കറ്റും ഒക്കെ നേടാൻ പോകുന്ന എല്ലാവർക്കും ഒരു കൺഗ്രാജുലേഷൻ ഈ അവസരത്തിൽ നേരുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ ഈ സ്നേഹസംഗമത്തിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ജോസഫും പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ വാർഷിക ആഘോഷത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. മാർച്ചിൽ നടക്കുന്ന വാർഷികാഘോഷം അത് ഏറ്റവും ഭംഗിയായി തീരണമെങ്കിൽ നമ്മുടെ ഒരുക്കം നന്നായിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമേ അത് ഏറ്റവും ഭംഗിയായിട്ട് തീരാൻ പറ്റുള്ളൂ. അപ്പോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
നന്നായിട്ട് അതെല്ലാം ഭംഗിയായി തീരുവാനായിട്ട് നമുക്ക് സ്ഥലം ഓൾമോസ്റ്റ് നമ്മൾ ചിന്തയിലുണ്ട്. അവിടെ എല്ലാം അതിന്റെ ക്രമീകരണങ്ങൾ അതെല്ലാം ഭംഗിയായി തീരുവാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. നാളത്തെ ഒരു ദിവസം ഒരു നിർണായകമാണ്. അപ്പൊ അതുകൊണ്ട് അത് പ്രാർത്ഥനയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വിജയകരമായി മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്, 22-ാം തീയതി ഫെബ്രുവരി 22-ാം തീയതി നമ്മുടെ ഭിന്നശേഷിക്കാരുടെ ഒരു കലോത്സവം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് മാക്സിമം എല്ലാവരും എത്തിച്ചേരാനായിട്ട് നമ്മൾ പേരുകൾ കൊടുക്കാനായിട്ട് ആൾക്കാരൊന്നും പേര് കൊടുത്തിട്ടില്ല. ഇപ്പോ പേര് കൊടുത്തിരിക്കുന്ന വ്യക്തികളെല്ലാവരും പുതിയ വ്യക്തികളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ആയിട്ടുള്ള ആരും തന്നെ പേരുകൾ കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മാക്സിമം എല്ലാവരും പേരുകൾ കൊടുത്ത് അത് വിജയിപ്പിക്കാനായിട്ട്, അതൊരു പുതിയ സംരംഭത്തിന് നാന്ദി കുറിക്കാനായിട്ട് അതിനെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംഹരിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ സ്നേഹസംഗമത്തിന്റെ എല്ലാവിധ ആശംസകളെ അവർക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ തിരക്കുകൾക്കിടയിലും അച്ഛൻ എല്ലാ മീറ്റിങ്ങിലും അച്ഛൻ പരമാവധി കയറാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോഴും അച്ഛൻ ഭയങ്കര തിരക്കിലാണ്. എങ്കിലും നമ്മുടെ മീറ്റിങ്ങിൽ എത്തിച്ചേർന്നതിന് അച്ഛനോട് ഞാൻ ഒത്തിരി താങ്ക്സ് പറയുന്നു. താങ്ക് യു അച്ഛാ. അടുത്തതായി ഈ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന SAPS കോതമംഗലം പ്രൊവിൻസ് ജയറാണി കോൺവെന്റ് കനകമലയിലെ റവറൻഡ് സിസ്റ്റർ ലിസ മരിയ സിസ്റ്ററിനെ ഒത്തിരി സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നിങ്ങൾ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ റിപ്പോർട്ടിലൂടെ അറിയാൻ കഴിയുന്നു. സന്തോഷം. അല്പസമയം നിങ്ങളോടൊപ്പമായിരിക്കുവാൻ എന്നെ വിളിച്ചപ്പോൾ സത്യത്തിൽ എനിക്ക് മടിയായിരുന്നു. കാരണം അംഗപരിമിതരായ നിങ്ങളോട് ഞാൻ എന്ത് പറയും എന്നുള്ള ആ സംശയം തന്നെ. നിങ്ങളുടെ റിപ്പോർട്ട് കേട്ടപ്പോൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്തപ്പോഴാണ് എത്രയോ ദുഃഖരാണ്, എത്രയോ സന്തോഷത്തോടെയാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിൽ ഈ മടി എനിക്ക് ഉണ്ടാകുമായിരുന്നില്ല. ഒന്ന് ആലോചിച്ചാൽ പരിമിതികളില്ലാത്തവർ ആരാണ് ഈ ലോകത്തിൽ? ശരീരത്തിൽ, മനസ്സിൽ, ആത്മാവിൽ, പെരുമാറ്റത്തിൽ, സ്വഭാവത്തിൽ, ഇടപെടലുകളിൽ. കേൾക്കാവോ? കേൾക്കാം സിസ്റ്റർ, കേൾക്കാം. ഓക്കെ. കുറവില്ലാത്തവരായി ആരുമില്ല. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ പോലെ പരിപൂർണതയിൽ ജീവിക്കണമെന്ന് കർത്താവായി യേശുക്രിസ്തു പറഞ്ഞപ്പോൾ നമുക്കറിയാം, മനുഷ്യരായ നമുക്ക് എല്ലാവർക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കുറവുകളുണ്ട്, വീഴ്ചകളുണ്ട്, പരിമിതികളുണ്ട്. ആ സത്യം ശാരീരികമായ കുറവുകൾ മാത്രമുള്ളവരല്ല, എല്ലാ മനുഷ്യരും അംഗീകരിക്കാൻ മതിയാകും. എന്റെ ബാല്യകാലത്ത് ഞാൻ വിചാരിക്കുമായിരുന്നു, ദൈവത്തിന് എല്ലാ മനുഷ്യരെയും ഒരുപോലെ സൃഷ്ടിച്ചാൽ പോരായിരുന്നു. എന്തുകൊണ്ട് എത്ര വ്യത്യാസം? ബുദ്ധിയുടെ കാര്യത്തില്, കഴിവിന്റെ കാര്യത്തില്, സമ്പത്തിന്റെ കാര്യത്തില്, സൗന്ദര്യത്തിന്റെ കാര്യത്തില് എല്ലാം എന്തൊരു വ്യത്യാസമാണ് എന്ന്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഉള്ളൂരിന് കവിത കുറിക്കുവാനുള്ളതായി. അതിൽ ഇപ്രകാരം പറയുന്നുണ്ട്. പാട്ടുപാടാൻ അറിയില്ല, കേൾക്കുമെന്ന് ചൊല്ലുകയാണ്. അദക്ഷനാണുള്ളത് നാഴികാറ്റ് അപൂർണമായിട്ട് അല്ലെങ്കിൽ നമ്മോടത് പൂർണ്ണമാക്കാൻ അറിഞ്ഞു ജീവിതം കരുത്തേ. ഈ മനോഹരമായ പ്രപഞ്ചം സൃഷ്ടിച്ച ആ ആദിശക്തി ഒരുപക്ഷെ അദക്ഷനാണ്, കഴിവില്ലാത്തവനാണ്. കാരണം എല്ലാ കുറവുകളാണ് ലോകത്ത് കാണുക. ഞാനൊരു പൂക്കൾ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ പോലും അത് കുറവില്ലാതിരിക്കാൻ മാത്രമേ ഭംഗിയാക്കാൻ അങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നു. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ കുറവുകൾ മാത്രം. അപ്പോൾ എന്താ എന്റെ കാര്യം? അപ്പോഴാണ് പറയുക, 3-4 വരികളിലായിട്ട് അല്ലെങ്കിൽ നമ്മോടത് പൂർണ്ണമാക്കാൻ അറിയുന്ന ബുദ്ധി നമുക്ക് തരികയെന്ന് നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുകയാണ്. മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും പരിമിതികളും മനസ്സിലാക്കി അത് എന്നോട് ഇല്ലാതാക്കുക, എന്റെ ഇടപെടലിലൂടെ
അതിനെ പൂർണ്ണമാക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കവിത മുന്നോട്ട് പോകുന്നത്. ഇരു കൈകളും ഇല്ലാതെ എല്ലാവരും ജനിച്ച ഒരു കുഞ്ഞിനെ നോക്കി എല്ലാവരും ചത്താകുന്നുണ്ട്. പാവം കുഞ്ഞ് എന്താ ഇങ്ങനെ ജനിച്ചത്? പക്ഷേ ആരൊക്കെയോ അവിടെ സാധ്യതകളെ കണ്ടെത്താൻ അവളെ സഹായിച്ചപ്പോൾ ഗുരു എന്ന പെൺകുട്ടി ഇന്ന് അനേകർക്ക് ശക്തിയായി മാറി. അനേകർക്ക് പ്രചോദനമാണ്, വഴികാട്ടിയാണ്. അതുപോലെ അന്തിയായി ജനിച്ച കലം കല്ലറിനെയും നമുക്കെല്ലാം സുപരിചിതമാണ്. ശാരീരികമായ പരിമിതികൾ നമുക്കുണ്ട്. അത് അംഗീകരിച്ച് അത് വരുത്തി വയ്ക്കുന്ന ബുദ്ധിമുട്ടുകൾ ക്ഷമയോടെ തരണം ചെയ്ത് മറ്റുള്ളവരിലേക്ക് കണ്ണുകൾ പഠിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം വിജയിക്കും. നിങ്ങൾ അത് ചെയ്യുന്നുണ്ട്. റിപ്പോർട്ടിലൂടെ അതെല്ലാം ഞാൻ കേട്ടു. അപ്പോൾ എനിക്കൊരു സംശയം വന്നത്, നിങ്ങൾ ചെയ്യുന്നത് ഈ അംഗപരിമിതർക്ക് വേണ്ടിയാണല്ലോ കൂടുതൽ കാര്യങ്ങൾ എന്നാണ്. ഇതൊന്നുമില്ലാതെ മാനസികമായി തകർന്നവര്, പ്രിയപ്പെട്ടവരെ വേർപാടിൽ ദൂഷിക്കുന്നവര്, മക്കൾ വഴിതെറ്റി പോയവര്, വേദനയിൽ കഴിയുന്നവര് എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാത്തവരെ പോലെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവര്, ഇങ്ങനെ എത്രയെത്ര മനസ്സിലാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഒരു അമ്മയ്ക്ക് എന്നോട് പറഞ്ഞു, കുട്ടറെ എന്നോട് എന്റെ മകൻ പറയുകയാണ് അനാഥാലയത്തിലേക്ക് അമ്മയുടെ വീട്ടിൽ നിൽക്കണ്ട എന്ന്. സിസ്റ്ററെ, എനിക്കൊരു നല്ല കൂട്ടുകാരി തരാമോ? ഞാൻ വീട്ടിൽ തന്നെ കഴിഞ്ഞോളാം. ഞാൻ വിദേശത്താണ്, ഞാൻ ഇവിടെ കഴിഞ്ഞിട്ട് എനിക്കൊരു കൂട്ടുകാരി കണ്ടുപിടിച്ച് തരാമോ എന്ന്. ഉള്ളിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ നമുക്കെല്ലാം എല്ലാവരും ജോലി കഴിയുന്നവരാണ്, വേദനിക്കുന്നവരാണ്. അവരോട് സ്നേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഞാനുണ്ടടാ മോനെ, ഞാനുണ്ടടി മോളെ, ജോലിക്കല്ല അമ്മച്ചി, ജോലിയല്ല കൂടെ എന്നൊക്കെ പറയാൻ നമുക്ക് കഴിഞ്ഞാൽ, കണ്ണുകളിലൂടെ നമ്മുടെ സ്നേഹം അവ പ്രകടമാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, സ്പർശനത്തിലൂടെ നമ്മുടെ സാന്നിധ്യം പകരാൻ കഴിഞ്ഞാൽ, അതിപ്പോൾ എന്ത് വേണം ഈ ജീവിതം വിജയിക്കാൻ? നമ്മുടെ ജീവിതത്തിന് സാധ്യം അവിടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമല്ലോ. പ്രിയ സഹോദരരെ, നമുക്കതിന് സാധിക്കട്ടെ. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് നന്ദി പറയുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗ് ഒരു ഓൺലൈൻ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ഞങ്ങളുടെ മനസ്സിന് ഉണർവും ആത്മവിശ്വാസവും നൽകിയ നല്ലൊരു സന്ദേശം സിസ്റ്റർ ഞങ്ങൾക്ക് നൽകി. താങ്ക് യു സിസ്റ്റർ. ഈ സ്നേഹസംഗമത്തിൽ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീ MR ദിനേശൻ സാറിനെ ഏറ്റവും ബഹുമാനത്തോടെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. നമസ്കാരം സാർ. വെൽക്കം. ഇതിന്റെ അധ്യക്ഷത വഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ മരിയ മദർ, ഒപ്പം എൻ്റെ നാട്ടുകാരി ഇതിലുണ്ട്, ലീന. എന്തായാലും എന്ത് പരിമിതികൾ ഉണ്ടായാലും മനസ്സിന്റെ പരിമിതി ഉണ്ടെങ്കിൽ, മനസ്സാണ് നമ്മുടെ ബുദ്ധിയാണ് എല്ലാത്തിനും നിയന്ത്രിക്കുന്നത്. അതില്ലെങ്കിൽ എത്ര പൂർണ്ണത ഉണ്ടായിട്ടും കാര്യമില്ല. നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് എല്ലാം എല്ലാ കഴിവുകളും ഉള്ള വ്യക്തികൾ, അത് ഓടാനും ചാടാനും സംസാരിക്കാനും പഠിപ്പിക്കാനും പാടാനും ഒക്കെ കഴിവുള്ളവര് ഓരോ പ്രശ്നങ്ങളില്, അതായത് കൊടും കുറ്റങ്ങളിൽ എത്തിപ്പെടുമ്പോൾ നമ്മൾ അംഗപരിമിതര് എന്ന് പറയുമ്പോൾ മനസ്സിനെ ദൃഢപ്പെടുത്തി ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ സൃഷ്ടിച്ച് പുതിയ ലോകത്തിലേക്ക് കാലുവെക്കുമ്പോൾ അത് ഈ ലോകത്തിന് തന്നെ മാതൃകയായി മാറേണ്ടതാണ്. ഇവരാരും ഒരു ക്രിമിനൽ കേസുകളിലോ മറ്റു കേസുകളിലോ പ്രതികളാകും. നല്ല ബുദ്ധി എന്നും നല്ല പൂർണ്ണത ഉള്ളവരും എന്നൊക്കെ പറയുന്ന ആളുകളാണ്. എല്ലാ ദിവസവും നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ കുറ്റവാളികൾ വാതിലിന്
അല്ലെങ്കിൽ വീടിന് പുറകുവശത്ത് ഒരു അഭയാർത്ഥിയെ പോലെ ജീവിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ ഭിന്നശേഷിക്കാര് ഇന്ന് ജീവിതത്തിന്റെ മുഖ്യധാരയിൽ ഉയർന്ന രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവരെ പ്രത്യേകം അഭിനന്ദിക്കണം. എന്നെ ഗൂഗിൾ മീറ്റിന് വിളിച്ചത് എനിക്ക് അതിശയമാണ് ഇപ്പോഴും. ഞാൻ സാധാരണ ഈ ഭിന്നശേഷിക്കാരായ കാര്യങ്ങളിൽ സജീവമായിട്ട് ഇടപെടുന്ന ഒരാളാണ്. കാരണം അവർക്ക് ഇല്ലാത്തതിനെ നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ കഴിവ് അനുസരിച്ച് നമ്മൾ അവരെ കുറച്ചെങ്കിലും സന്തോഷപ്രദമായ ഒരവസ്ഥയിലേക്ക് അവരെ സഹായിക്കാൻ പറ്റും. നമുക്കത് വലിയ കാര്യമാണ്. നേരത്തെ സിസ്റ്റർ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലോകത്ത് 700-നും മേലെ കൂടിയ ആളുകൾ 1% വരുന്ന ഈ മനുഷ്യരെ കൈപിടിച്ചുയർത്താനായിട്ട് ഇതിൽ 2% ആളുകൾ തീരുമാനിച്ചാൽ ഒരു ജീവിതം എത്രയോ വലിയ രീതിയിൽ ഉയർന്നു പോകും. വൈവിധ്യങ്ങൾ ഉണ്ടാകണം. വൈവിധ്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകും. ഇതിൽ ഒരേപോലെ ആണെങ്കിൽ നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകും. എന്തായാലും ഭിന്നശേഷിക്കാർ ഇന്ന് ജീവിതത്തിന്റെ മുഖ്യധാരയില് ചോദ്യങ്ങൾ ചോദിക്കാനും അവകാശങ്ങൾ പിടിച്ചു പറ്റാൻ ഒപ്പം തന്നെ അത് നേടിയെടുക്കാനുമുള്ള വലിയ പരിശ്രമത്തിലാണ്. അതിന് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ, ഈ കൂട്ടായ്മകൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ കുറെ ആളുകൾ ഇവരെ പരിപാടികളിൽ എല്ലാ സമയത്തും വിളിക്കുമ്പോൾ ഞാൻ ഓടിയെത്താറ്. കാരണം അവരും കൂടിച്ചേരുമ്പോഴാണ് നമ്മൾ ഒരു പൂർണ്ണ മനുഷ്യനാകുന്നത് എന്നൊരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ. അല്ലെങ്കിൽ ഞാനെന്ത് പൂർണ്ണമായിട്ടുള്ള മനുഷ്യൻ, അവരെ അവജ്ഞയോടെ നോക്കുന്ന ഒരു മനുഷ്യനും പൂർണ്ണരല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും നമ്മുടെ ലീന നല്ല ഗായികയൊക്കെ ഉണ്ടോ? എന്റെ നാട്ടുകാരിയാണ്, നല്ല ഗായികയാണ്. ഇടയ്ക്കെന്നെ വഴക്കൊക്കെ പറയും, എന്നാലും നല്ല ഗായികയാണ്, നല്ല മിടുക്കിയാണ്, സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. ഇതൊക്കെ നല്ല ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ അല്ലെ ലീന വന്നത്. ലീനയുടെ പാട്ടൊക്കെ കേൾക്കാം. ഞാൻ പിന്നെ 3 മണി വരെ ഇരിക്കുള്ളൂ. എനിക്ക് ഈ ഗ്രാമസഭ ഉണ്ട്, ആ ഗ്രാമസഭയിൽ പങ്കെടുക്കണം. ഗ്രാമസഭ തുടങ്ങിയാണ്. അപ്പോ എല്ലാവർക്കും എല്ലാ പിന്തുണയും കൂടെ ഉണ്ടാവുന്നു, ഒപ്പുണ്ടാവുന്നു പറഞ്ഞുകൊണ്ട് ഇതിന് എന്നെ ക്ഷണിച്ചതിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സാറേ, താങ്ക് യു. ഭിന്നശേഷിക്കാരായ ഞങ്ങളെ പോലെയുള്ളവർക്ക് പൂർണ്ണ പിന്തുണ നൽകാമെന്ന് സാറ് പറഞ്ഞതില് വളരെയധികം സന്തോഷം. ഇന്നത്തെ കാലത്ത് അങ്ങനെ വാഗ്ദാനങ്ങൾ തരുന്നവര് വളരെ ചുരുക്കമാണ്. വാഗ്ദാനം തന്നാൽ പോലെ അത് പ്രവൃത്തിയിലൂടെ നടപ്പാക്കണമെന്നും ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അപ്പൊ ഈ തിരക്കുകൾക്കിടയിലും സാറ് എത്തിച്ചേർന്നതിന് ഒത്തിരി താങ്ക് യു. അടുത്തതായി ഈ സ്നേഹ സംഗമത്തിൽ ആശംസ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന കൊരട്ടി ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡ് മെമ്പറും ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ ചെയർപേഴ്സണലുമായ ശ്രീമതി നൈനോ റിച്ച് മാഡത്തിനെ ഒത്തിരി സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. നന്ദി. ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആദ്യം തന്നെ ഈ 188-ാമത്തെ സ്നേഹ സംഗമത്തില് എന്നെ ക്ഷണിച്ചതിന് ജോസേട്ടനെയും മറ്റ് എല്ലാ മെമ്പർമാരെയും നന്ദി പറയുന്നു. കൂടെ ഇന്നത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന റെവറൻഡ് ഫാദർ സോളമൻ അച്ഛനെയും ഉദ്ഘാടനം ചെയ്ത സിസ്റ്റർ ലിസ മരിയെയും പിന്നെ മുഖ്യ അതിഥിയായി നമുക്ക് എല്ലാവർക്കും പരിചിതയായ പ്രസിഡന്റ് MR ദിനേശിനെയും ബാക്കി എല്ലാ മെമ്പർമാരെയും ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഈ ഒരു സംഗമത്തിന്റെ ഭാഗമാകാൻ പറ്റിയത്. അതിനേറിയ എന്താ പറയാ ഒരു പ്രൗഡ് ഫീലിംഗ് ആണ്. കാരണം ഇന്നിപ്പോ തൃശ്ശൂര് നമുക്ക് കേരളോത്സവത്തില് സമ്മാനം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന് ഏറ്റവും ആദ്യം തന്നെ ആശംസകൾ നേരുന്നു. കൂടെ വളരെയേറിയ എന്താ പറയാ ഒരു ആത്മസംതൃപ്തി കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മളെ കൊണ്ട് വേറെ ആൾക്ക് ഒരു ഉപകാരം ഉണ്ടാവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും പൂർണ്ണതയിലാണ് ഈ ഗ്രൂപ്പ് നിൽക്കുന്നത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെ വിഷമവും സങ്കടവും ഒക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് ഇപ്പൊ ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ സംസാരിക്കാൻ റെഡി ആവുക, അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ. ജോസേട്ടൻ തന്നെ ഒരു ഇതില് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്താ പറയാ സഹതാപമല്ല സപ്പോർട്ടാണ് വേണ്ടതെന്നുള്ളത്.
അപ്പൊ ആ ഒരു സപ്പോർട്ട് കൊരട്ടി ഗ്രാമപഞ്ചായത്ത് തരും എന്നുള്ളത് ഇവിടെ ഞാൻ ഉറപ്പായിട്ട് പറയുന്നുണ്ട്. അതിന്റെ കൂടെ ഇപ്പൊ പഞ്ചായത്തിന്റെ കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു. അപ്പൊ അതിനെ പറ്റിയിട്ട് 2 വാക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ട്. നമ്മള് നിർബന്ധമായിട്ട് ഒരു 5% ഡിസബിലിറ്റി അല്ലാതെ നമ്മള് എന്താ പറയാ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് വെക്കണമെന്ന് നിർബന്ധമായിട്ട് ഫണ്ടിൽ പറഞ്ഞേക്കുന്ന കാര്യമാണ്. അതെല്ലാ പഞ്ചായത്തുകളും അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. അതിനുപരിയായിട്ട് ഓരോ പഞ്ചായത്തുകൾ ഇപ്പൊ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്, അതല്ലാതെ ഇപ്പൊ ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇപ്പൊ വീൽ ചെയർ, അല്ലാതെ സപ്പോർട്ടിന് ആവശ്യമായിട്ടുള്ള ഇപ്പൊ ഇയറിംഗ് എയ്ഡ്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ അതിനൊക്കെ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് പ്രോജക്റ്റ് വെച്ചിട്ട് ഈ 5% മുകളിലായിട്ടാണ് ആ ഫണ്ടുകളൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മള് കൊരട്ടി പഞ്ചായത്തിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ സ്കോളർഷിപ്പ് നമ്മൾ എല്ലാ പ്രാവശ്യം കൊടുക്കുന്നതാണ്. ഈ കഴിഞ്ഞ കൊല്ലത്തെ സ്കോളർഷിപ്പ് ഇനി 2 പേർക്ക് മാത്രമാണ് കിട്ടാനുള്ളൂ, ബാക്കി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അവര് ഡോക്യുമെന്റിൽ ചെറിയൊരു പ്രശ്നം വന്നുകൊണ്ടാണ് ആ ഡിലേ വന്നത്. ഇപ്പൊ 2 ദിവസത്തിനുള്ളിൽ അവരെ അക്കൗണ്ടിൽ അത് കയറും. അതല്ലാതെ പറയുമ്പോ നമ്മള് പ്രോജക്റ്റുകൾ വെച്ചിട്ട് ഇപ്പൊ നമ്മള് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്ത് നമുക്കൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതൊരു 3-3.5 ലക്ഷം രൂപയുടെ ലിസ്റ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മള് ഇങ്ങനെ പൈസയുടെ പരിമിതിയിൽ നിന്നിട്ടാണ് പഞ്ചായത്ത് വർക്ക് ചെയ്യണത്. അപ്പൊ നമുക്ക് ഈ ഒരു കൊല്ലത്തെ ഫണ്ട് വെച്ചിട്ട് മാത്രം നമുക്കത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ മൾട്ടി ഇയർ ആയിട്ട് ഈ കൊല്ലം കുറച്ചു പേർക്കും ബാക്കി ഉള്ളവര് അടുത്ത കൊല്ലം എന്നുള്ള രീതിയിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഭിന്നശേഷി ഗ്രാമസഭ നമ്മൾ കഴിഞ്ഞു. അതിലാണ് ഞാൻ ജോസേട്ടനെ പരിചയപ്പെട്ടത്. അപ്പൊ അതില് എനിക്ക് വളരെ സന്തോഷം തോന്നി. നമ്മുടെ ഇതിന്ന് സ്പോർട്സില് മറ്റേ വീൽ ചെയർ സ്പോർട്സില് ഒരു ചേച്ചി പങ്കെടുത്ത ബാസ്കറ്റ്ബോളില് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് സ്പോർട്സ് വീൽ ചെയറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തില് പരിമിതികളുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ സ്പോൺസർഷിപ്പും മറ്റും വഴി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അടുത്ത കൊല്ലത്തെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ നമ്മളത് ചെയ്യാനായിട്ട് മിക്കതും നോക്കാം. അതിലുപരിയായിട്ട് നമുക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ എന്താ പറയാ, ഇപ്പൊ വിസിബിൾ ഇങ്ങനെ അല്ലെങ്കിൽ കാഴ്ചയില് നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സ് വലിയതാണ്. അത് ഈ ബാക്കിയുള്ള നോർമൽ ആൾക്കാരിനേലും വലിയ മനസ്സുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളും ഇത്രയും കഷ്ടപ്പാടും ഉണ്ടായിട്ടും അത് അതിജീവിച്ച് നിങ്ങളൊരു നോർമൽ ലൈഫ് ജീവിക്കാൻ നോക്കണത്. അത് വലിയൊരു നേട്ടം തന്നെയാണ്. അങ്ങനെ ജീവിക്കണം. ഇനി അങ്ങോട്ടേക്ക് സാധാരണ ആൾക്കാര് എല്ലാ ശരീരത്തിന്റെ അംഗങ്ങളും എല്ലാ കാര്യങ്ങളും നോർമലായിട്ട് ഇരുന്നിട്ട് പോലും അവര് ഒരു പണിയും ചെയ്യാതെ അല്ലെങ്കിൽ അവരുടെ ടാലൻസ് ഒന്നും ഉപയോഗിക്കാതെ നശിപ്പിച്ച് കളയുന്ന ഒരു കാലഘട്ടത്തില് നിങ്ങളുടെ പരിമിതികളിൽ നിന്ന് നിങ്ങൾ അത് ഉപയോഗിച്ച് നിങ്ങളുടെ കഴിവിന്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അത് വലിയൊരു കാര്യമാണ്. അതിന് എത്ര എന്താ പറയാ നിങ്ങളെ സപ്പോർട്ട് അല്ലെങ്കിൽ ആശംസ പറഞ്ഞാലും അത് മതിയാവില്ല. അത്രയുണ്ട്. ആകെ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗമില്ല എന്ന് കരുതിയിട്ട് നിങ്ങള് മാറി നിൽക്കേണ്ടവരാണ്. നേടിയെടുക്കാനായിട്ടുള്ള ഒരു മനക്കരുത്താണ് വേണ്ടത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള സപ്പോർട്ടും അതല്ലാതെ കൊരട്ടി പഞ്ചായത്തിന്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് ഇതിനൊക്കെ അറിയിച്ചുകൊണ്ട് എന്റെ എല്ലാവിധ ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. അതെ മാഡം, ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ സ്പോർട്സിന് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് വല്ല സഹായം അങ്ങനെ കിട്ടുമോ? നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഫണ്ടിന്റെ പരിമിതികളുണ്ട്. പക്ഷെ ഇപ്പൊ സ്പോർട്സ് വീൽ ചെയറിന്റെ കാര്യം ഞാൻ സംസാരിച്ചായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ബൈലോ തന്നിട്ടുണ്ട്. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും നിങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അതനുസരിച്ച് ഇപ്പൊ നമുക്ക് CSR ഫണ്ടും അങ്ങനെ മറ്റു കുറെ ഫണ്ടുകളും സപ്പോർട്ടിന് കൊടുക്കാൻ പറ്റും. CSR ഫണ്ടിനൊക്കെ നമുക്ക് ഒരു നിബന്ധനകളും ഇല്ല. ആൾക്കാരെ ഉന്നമതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഫണ്ടാണ്. അപ്പൊ അത് കാരണം കൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ അറിയിക്കുക. ഞങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് ഞങ്ങൾക്ക് അതനുസരിച്ച് അത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഗ്രാമസഭ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ഞാൻ എങ്ങനെയെങ്കിലും റെഡിയാക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യാം. ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ കൊരട്ടി പഞ്ചായത്തിന്റെ പരിധിയിൽ വന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കും.
താങ്ക് യു വെരി മച്ച്. ഓക്കെ മാഡം, സംശയങ്ങൾക്കൊക്കെ മറുപടി തന്നതിന് ഒത്തിരി നന്ദി. താങ്ക് യു. ഓക്കെ. ഈ സ്നേഹ സംഗമത്തിൽ എല്ലാവർക്കും നന്ദി പറയുന്നതിനായി കുമാരി ലീന MG നാട്ടികയെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. ദർശന ക്ലബിന്റെ 188ാം സ്നേഹ സംഗമത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയുക എന്നതാണ് എന്റെ കടമ. ദർശന അധ്യക്ഷപദം അലങ്കരിച്ച ദർശന ക്ലബ് ഡയറക്ടറും ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റുമായ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട റെവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. സ്നേഹസംഗമം ഏറെ സ്നേഹത്തോടെ ഉദ്ഘാടനം ചെയ്ത കനകമല പ്രൊവിൻസ് ജയറാണി കോൺവെന്റിലെ റവറൻഡ് സിസ്റ്റർ ലിസ മരിയ SAS സിസ്റ്ററിന്റെ ഹൃദയം നിറഞ്ഞ നല്ല വാക്കുകൾക്കും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. മുഖ്യ അതിഥിയായി നമ്മോടൊപ്പം എത്തിച്ചേർന്ന നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MR ദിനേശൻ സാറിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഒരുപാട് വിവരങ്ങൾ പറഞ്ഞു തന്ന് ആശംസ പറഞ്ഞ കൊരട്ടി ഗ്രാമപഞ്ചായത്ത് 19ാം വാർഡ് മെമ്പറും ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ചെയർപേഴ്സൺ ആയ ശ്രീമതി നൈനു റിച്ചു മാഡത്തിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ദർശന ക്ലബിന്റെ PRO പിയൂസ് കോട്ടപ്പുറത്തിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. മനോഹരമായി അവതരണം നടത്തിയ ലിജി അങ്കമാലി, ഭക്തിയോടെ പ്രാർത്ഥനാഗാനം ആലപിച്ച കുമാരി റോസിലി MD, ഹൃദ്യമായി സ്വാഗതം ആശംസിച്ച കുമാരി ആനി തെക്കന്താണിശ്ശേരി, ക്ലബിന്റെ വിവിധ ഗ്രൂപ്പുകളെ വ്യക്തമായി പരിചയപ്പെടുത്തുകയും റിപ്പോർട്ട് വളരെ മനോഹരമായി അവതരിപ്പിക്കുകയും ചെയ്ത ശ്രീ ജോസേട്ടൻ കൊരട്ടി, ദർശന ക്ലബിന്റെ വിവിധ ഭാരവാഹികൾ, 188ാം സ്നേഹസംഗമത്തിന്റെ വിജയത്തിനായി എത്തിച്ചേർന്ന വിവിധ ഗ്രൂപ്പുകളിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ അംഗങ്ങൾ, എല്ലാവർക്കും സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്പോർട്സ് മത്സരത്തിന്റെ വിജയത്തിന് സമ്മാനം നേടാനായി പുറപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനത്തിന്റെ ആശംസകൾ നേരുന്നു. 189ാം സ്നേഹസംഗമത്തിൽ കൂടുതൽ ഊർജത്തോടെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് എത്തിച്ചേരാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ദൈവം നന്മ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ലീന MG നാട്ടിക. വളരെ സ്നേഹത്തോടെ ലീന എല്ലാവർക്കും നന്ദി പറഞ്ഞു. താങ്ക് യു ലീന. ഇതോടെ 188ാമത് സ്നേഹസംഗമം അവസാനിച്ചു. 189ാമത് സ്നേഹസംഗമത്തിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.